അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, വെറും ഒരു സ്പൂൺ സംസം വെള്ളവും ഒപ്പം ഒരു ചെറിയ ദിക്റും, ഇത്രയും ലളിതമായ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ ഒട്ടേറെ പ്രയാസങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ ദൈനംദിനം നേരിടുന്ന 10 പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സംസം വെള്ളത്തിലൂടെ എങ്ങനെ ശമനം കണ്ടെത്താമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ആ ദിക്ർ ഏതാണ്, അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മനോഹരമായ കാര്യങ്ങളാണിത്. ആദ്യം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കാര്യം വളരെ ലളിതമാണ്. സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം, അതായത് രാവിലെ പ്രഭാത സമയത്ത് വളരെ ശുദ്ധിയോടുകൂടെ ഇരിക്കുക. ഖിബിലയിലേക്ക് അഭിമുഖമായി ഇരുന്ന് അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ താഴെ പറയുന്ന ദിക്ർ 7 തവണ സംസം വെള്ളത്തിലേക്ക് ഊതുക. ശേഷം ആ വെള്ളം കുടിക്കുക. ഇപ്രകാരം തുടർച്ചയായി 7 ദിവസം കൃത്യമായി ചെയ്യുക. എന്നാൽ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ നമ്മുടെ ശരീരത്തിന് വലിയ ഒരു മാറ്റം വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഈ രീതി പിന്തുടരുന്നത് വഴി ഇൻഷാ അള്ളാഹ് ശമനം ലഭിക്കുന്ന മനോഹരമായ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ മാറാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും. 2. വൃക്കകളുടെ ആരോഗ്യവും സുഗമമായ പ്രവർത്തനവും ഉറപ്പുവരുത്താൻ. 3. കരളിലെ മാലിന്യങ്ങൾ നീക്കി കരളിനെ സംരക്ഷിക്കാൻ. 4. കാര്യം, എല്ലുകൾക്ക് ബലവും കരുത്തും നൽകാൻ. 5. കാര്യം, ശരീരത്തിലെ ക്ഷീണമകറ്റി ഉന്മേഷം നിലനിർത്താൻ. 6. കാര്യം, ദഹന പ്രശ്നങ്ങളും വയറ്റിലെ അസ്വസ്ഥതകളും പരിഹരിക്കാൻ വേണ്ടി. 7. കാര്യം, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ. 8. കാഴ്ചയുടെ തെളിമക്കും കണ്ണിൻ്റെ മനോഹരമായിട്ടുള്ള ആരോഗ്യത്തിനും. 9. ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ തിളക്കവും ആരോഗ്യവും നിലനിർത്താൻ. 10. ശരീരത്തിലുണ്ടാകുന്ന അനാവശ്യമായ നീരും വേദനയും കുറക്കാൻ വേണ്ടി. അവസാനമായി ഇതിനായി നാം ചൊല്ലേണ്ട ആ മഹത്തായ ദിക്ർ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി നമുക്കെല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.